പ്രശാന്ത്, ഈ CJPയുടെ സമരം ഇനി മറ്റു പല വഴികളിലേക്ക് തിരിയുമോ എന്നൊരു സംശയമുണ്ട്. പലരെയും ഇവർ ഉന്നം വയ്ക്കുന്നു. ഇനി അത് സംസ്ഥാനങ്ങളിലേക്ക് പോലും കടക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രധാന നോട്ടം എന്ന് പറയുന്നത് UPയിലേക്ക് തന്നെയാണ്. യോഗിയിലേക്ക് തന്നെ തിരിയുമോ? അല്ല, ഈ വെല്ലുവിളി ഇന്നലെ വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അശുതോപ് രംഗ BJPയുടെ വക്താവാണ്. അയാൾ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ജുനൈഫിനെതിരെ കുടുംബത്തിനെതിരെ നടപടിയെടുത്താൽ യോഗി സർക്കാരിനെതിരെ സമരവുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അതിനെതിരെ കമൻ്റൊക്കെ കയറേണ്ടി വന്നിട്ടുണ്ട്. ചെന്ന് കയറിക്കൂടെ, ബുൾഡോസറിൻ്റെ കൈ മാത്രമേ ഇരിക്കുന്നവരിക്കും. ഡൽഹി കളിച്ച കളിയായിരിക്കത്തില്ല, UPയിലോട്ട് ചെന്ന് കയറിക്കൂടെ, അനുഭവം ഉള്ളിടത്തൊക്കെ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കമൻറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 2027 തൊട്ട് 29 വരെ, അല്ലെങ്കിൽ 26 തുടങ്ങിയ സമരം 7ഓളം സംസ്ഥാനങ്ങളിൽ വ്യാപിപ്പിച്ചിട്ട് 29 ലോക്സഭാ ഇലക്ഷൻ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 29. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ BJP ആരോപിച്ചിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർച്ച പഞ്ചാബിലെ ഇപ്പം അന്വേഷിക്കണം. പഞ്ചാബിലെ അടുത്ത ആദ്യം വരുന്ന പഞ്ചാബിലെ ഇലക്ഷനാണ്. അവിടുത്തെ കാര്യം ചോദിച്ചപ്പം ഈ പറഞ്ഞ CJPക്കാർ പറഞ്ഞത്, അവിടെ ചോദ്യപേപ്പർ ചോർന്നാലും നരേന്ദ്രമോദി അല്ലേ രാജിവെക്കേണ്ടത്. കാരണം അത് അവൻ്റെ, നമ്മൾ വിചാരിക്കും നരേന്ദ്രമോദിയുടെ പുറത്ത് പ്രത്യേകിച്ച് ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്നത് ഏത് കാലത്ത്? ഇപ്പം അടുത്ത സമയം ഇപ്പൊ ചോർന്നു. ഇവിടെ പഞ്ചാബില് ഈ സമരം നടന്നതിന് അല്ലെങ്കിൽ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടി മാനാണ് ഭരിക്കുന്നത്. അപ്പൊ അത് ഈ സമരത്തിന് ശേഷം നിങ്ങൾ അങ്ങോട്ട് സമരത്തിന് പോകുമോ എന്ന് ചോദിച്ചപ്പോൾ CJPയുടെ ഈ അവിടുത്തെ വിദ്യാർത്ഥികളില്ലയോ, കൂടിയവരില്ലയോ, അതിന്റെ വക്താക്കളില്ലയോ, നേതാക്കന്മാരില്ലയോ, അവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് പഞ്ചാബിൽ ചോർന്നോ, എന്നാൽ നരേന്ദ്രമോദി രാജിവെക്കണം. ലക്ഷ്യം വേറെയാ. അല്ല, ലക്ഷ്യം വേറെ അല്ല സാറേ, അത്രയും അറിയാവൂ. പഞ്ചാബ് ഇന്ത്യയിലല്ലയോ എന്ന് അവർ ചോദിച്ചേ. പഞ്ചാബ് ഇന്ത്യയിലല്ലേ, അപ്പൊ നരേന്ദ്രമോദി അല്ലേ രാജിവെക്കണ്ടേ? ഇതിങ്ങനെ ചോദിച്ചങ്ങോട്ട് പറഞ്ഞു പോയാൽ ഇതിന്റെ കൂടെ നിൽക്കുന്നവനല്ലേ അത്രേ അറിയത്തുള്ളൂ. അതായത് അവരെ ഏൽപ്പിച്ച് വിട്ടിരിക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം തരാം, അത്യാവശ്യം MDMA തരാം, കഞ്ചാവ് തരാം, നിങ്ങൾ അവിടുന്ന് മുദ്രാവാക്യം വിളിക്കണം, ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ. എന്ത് വേണം? നരേന്ദ്രമോദി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഞങ്ങൾ പറഞ്ഞു തരുന്നതല്ല, വേറെ അത്യാവശ്യം വിവരവും കാര്യങ്ങളും വിദ്യാഭ്യാസവും ഒന്നുമില്ല. ഇന്നലെ അവിടെ സമരത്തിന് വന്ന് എടുത്തിട്ട് ചോദിച്ചപ്പോൾ എന്തോ നീറ്റ് പരീക്ഷയുടെ സമരത്തിന് വന്ന് എന്തോരം പഠിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാച്ചിലറാണോ BA ആണോ ഏതാണ്ടൊക്കെ പറയും. ബാച്ചിലറല്ല BA ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇവനത് വിശദീകരിച്ച് പറയാൻ അറിയത്തില്ല. ഏതാ 8ാം ക്ലാസ് പാസ്സായിട്ടില്ല. ചാനൽ കാണിക്കും, ഒരു ചാനൽ ഇവനെ വിസ്തരിക്കും. അപ്പം ഇവിടെ സമരത്തിന്, നീറ്റ് സമരത്തിന് വിദ്യാർത്ഥികളെന്നും പറഞ്ഞു, യുവജനങ്ങളെന്നും പറഞ്ഞു, വിദ്യാസമ്പന്നരെന്നും പറഞ്ഞു നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് കാണിക്കുക. അപ്പം ഇതിന്റെ പുറകിലുള്ള അജണ്ട വേടനോട് ചോദിച്ചാലും ഇത് തന്നെ. പിന്നെ വേടനോട് ചോദിച്ചു. അപ്പം ഇതിനകത്ത് ഇപ്പം യോഗിയുടെ പുറത്തോട്ട് തിരിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഞാനീ പറഞ്ഞത് പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് വരുമ്പം അല്ല, യോഗിയുടെ പുറത്ത് പറഞ്ഞാൽ അവിടെയാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്. UP എന്ന് പറഞ്ഞാൽ UP പിടിച്ചാൽ ഇന്ത്യ പിടിച്ചു എന്നുള്ള രീതിയാണ്. ഹിന്ദി ഹൃദയഭൂമിയാണല്ലോ. 80ഓളം സീറ്റുണ്ട് ലോക്സഭ, 80 ലോക്സഭ സീറ്റ്. ഇനിയിപ്പോൾ വിലിയനം വരുമ്പോൾ അതിൻ്റെ ഇരട്ടി വരുമെന്നാണ് പറയുന്നത്. വലിയ. അപ്പോൾ അവിടെ രണ്ടാമതും തുടർഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. തുടർഭരണമല്ല, അവിടെ 5 കൊല്ലം ഭരിച്ച പാരമ്പര്യം ഒരു പാർട്ടിക്കും ഇല്ല. ഇപ്പോൾ 5 കൊല്ലം ഭരിച്ചു, 10ാമത്തെ കൊല്ലം തീരാൻ പോകുന്നു, 3ാമത് അധികാരത്തിൽ വരാൻ പോകും. അപ്പോൾ അവിടെ ഈ അഖിലേഷ് യാദവാണ് ഇപ്പം നിൽക്കുന്നത്. അയാൾ ഈ 3ാമത്തെ പ്രാവശ്യം കൂടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ ലാലു പ്രസാദിൻ്റെ പാർട്ടിയുടെ കൂട്ട് ആയിപ്പോകും. കാരണം വീണ്ടും അവിടുത്തെ സർവേ ഒക്കെ അനുസരിച്ച് വീണ്ടും യോഗി തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഞാൻ മുമ്പേ പറഞ്ഞ ആം ആദ്മി പാർട്ടിയാണ് ഇതിൻ്റെ പിറകിൽ. ആം ആദ്മി പാർട്ടിയുടെ ഈ അരവിന്ദ് കെജ്രിവാൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പം അയാളുടെ കക്ഷിയായിരുന്നു ഈ പറഞ്ഞ ഈ അഭിജിത് ദീപ്. ആ സമയത്ത് അവിടെ നിന്നതിന് ശേഷം ഭരണം പോയപ്പോൾ ഇയാളെ അമേരിക്കയിൽ വിടുന്നത് ഇയാളാണ്. അന്ന് ജയിലിലായ ഇയാളുടെ ഒരു ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, കഷണ്ടിയൊക്കെ ആയിട്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല. അയാളാണ് ഇയാളെ വിടുന്നതും അവിടെ ഇരുന്നുകൊണ്ട് സോഷ്യൽ ഗ്രാൻഡ് കൈകാര്യം ചെയ്യുന്നതും CJP എന്ന വ്യാജന അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വരുന്നത്. ഇതെല്ലാം സെറ്റ് ചെയ്തവിടെ. കാരണം പണ്ട് ഇദ്ദേഹത്തിൻ്റെ സമരത്തിനകത്തുനിന്ന് പുള്ളി മുഖ്യമന്ത്രിയായില്ലേ. അതുപോലെ ഈ ഇദ്ദേഹം ഇറങ്ങിയാൽ ആൾക്കാർ അംഗീകരിക്കത്തില്ലെന്ന് കണ്ടുകൊണ്ട് പുതിയൊരു മൂവ്മെൻറ്റ്, വിദ്യാർത്ഥി മൂവ്മെൻറ്റ്, യുവജന മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം യോഗിയെ കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ കാര്യം, ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ കാര്യം, അവിടെ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുന്നതിൻ്റെ കാര്യം, അവിടെ സമരത്തിന് ഇറങ്ങുമെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ മുഹമ്മദ് ജുനൈദിന് കുടുംബത്തിനെതിരെ നീങ്ങിയല്ല സമരം. മുഹമ്മദ് ജുനൈദ് ആരാ? UPയിൽ നിന്ന് ഡൽഹിയിൽ വന്ന് ചെറിയൊരു മൊബൈൽ കട നടത്തുന്ന ഒരു കൊച്ചു പയ്യൻ, മനസ്സിലായി? അപ്പം ആ കൊച്ചു പയ്യന് കൊച്ചു കടയിൽ നിന്ന് കൊച്ചു വരുമാനമുള്ളതെന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവൻ ഈ 20 ദിവസവും 4 നേരം 5 സ്റ്റാർ ഫെസിലിറ്റി അല്ലെങ്കിൽ മുന്തിയ ഭക്ഷണം ഈ പറയുന്ന ത്യാഗികൾക്ക്, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അപ്പുറമായിട്ടുള്ള കിടന്ന ആൾക്കാർക്ക്
ഒരു ദിവസം 8000 പേരോളം പങ്കെടുത്തു എന്നാണ് ഇവരുടെ അവകാശവാദം. ആരുടെ? CJP-ക്കാരുടെ. നമ്മൾ ഈ പറഞ്ഞ 8000 പേര് പങ്കെടുത്തുന്ന നമ്മളിപ്പോൾ ഒരു സമരത്തിനകത്ത് ഞാനായാലും സാറായാലും സമരം സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുതിർന്ന ആൾക്കാർ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും 1000 പേരുണ്ടെന്ന് പറയും, 1500 ഉണ്ടെന്ന് പറയും. പഴയ മുദ്രാവാക്യം എണ്ണാമെങ്കിൽ എണ്ണിക്കുണ്ടെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ നമ്മൾ പറയും 1500 ഉണ്ടെന്ന് പറയും. അത് 1000 1500 ആണെന്ന് വേർതിരിക്കാന്ന്. ഇവന്മാർ പറഞ്ഞ് 8000 പേരുണ്ട്. നമ്മുടെ അതിനകത്ത് 8000 പേര് വേണ്ട സാറേ, അതിനകത്ത് ഒരു 5000 4000 പേരായാലേ ഏറ്റവും ചീപ്പ് റേറ്റിൽ ഒരുത്തന് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഡൽഹി 400 രൂപ വേണം. 4 നേരത്തെ 100 രൂപ വെച്ച് 100 രൂപയും കൊണ്ടൊന്നും നടക്കുന്നില്ല. ഒരു നേരത്തേക്കുള്ള ഭക്ഷണം 400 രൂപ വെച്ചിട്ട് ഒരു 4000 പേർക്ക് ഒന്ന് കൂട്ടിയാട്ട് ഒരു ദിവസത്തെ ചിലവ് എന്തുകൊണ്ട്? ഈ കൊച്ചി ഇറക്കൻ ഈ ഒറ്റ ഷട്ടറിലാക്കി 10-15 മൊബൈലും ഒക്കെ ആയിട്ടിരിക്കുന്ന ഡൽഹിയിൽ കച്ചവടം നടത്തുന്നവർ എങ്ങനെ 20 ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസം ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം ആവശ്യം പോലെ ഭക്ഷണം മുടങ്ങിയത്? വന്നവർക്കെല്ലാം കൊടുത്തില്ലേ? കൊടുത്തത് ആർക്കാ? സമരക്കാർക്ക് മാത്രമേ കൊടുത്തുള്ളല്ലോ, പോലീസുകാർക്ക് കൊടുത്തില്ലല്ലോ, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തില്ലല്ലോ. അപ്പോൾ അത് അന്നദാനം അല്ലല്ലോ, പ്രത്യേക അജണ്ടയാണല്ലോ. അപ്പം അതിൻ്റെ കാര്യത്തിന് ഇപ്പം ഈ അവിടെ ഇദ്ദേഹം ഈ യോഗിക്ക് സ്വഭാവം ഉണ്ടല്ലോ. അതായത് അയാളുടെ സാമ്രാജ്യത്തിൽ അയാൾ ഓരോ കാര്യങ്ങളും ഡീപ്പായിട്ട് അന്വേഷിക്കും. അയാളിപ്പോൾ ഇവിടെ കയറിയിട്ട് ഇവൻ സമരത്തിനുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട് ഈ ഇന്നുപോലെ കൊടുത്ത് ഓരോരുത്തരെയും നോട്ട് ചെയ്തല്ലോ, ക്യാമറയ്ക്കകത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. അയാൾ വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇതുപോലെ മോനെ ഇവിടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എടുത്തിട്ടാണല്ലോ ചെല്ലുന്നത്. അപ്പം ഒരു കാര്യമുണ്ട്, വന്നിട്ട് അതിൻ്റെ വിവരവും തരാൻ പറയണം. കാരണം ഈ ഒരു ദിവസം ഏതാണ്ട് 10, 12, 13 ലക്ഷം രൂപ വേണ്ടി വരുമല്ലോ സാധാരണ കൂട്ടിയാൽ തന്നെ. എനിക്കൊന്നൊരു 16 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വരും. അപ്പോൾ അത്രയും രൂപയ്ക്കുള്ള വരുമാനം എന്തുവാന്നുള്ള കാര്യം ഒന്നറിയണം. ഇതിനകത്ത് അയാൾക്ക് ഇതുവരെ കൊടുത്തേക്കുന്ന കണക്കനുസരിച്ച് ഒരു ദിവസം 14 ലക്ഷം രൂപ ചിലവാക്കാൻ പറ്റുന്ന വരുമാനവും ആ പൈസ വരാനുള്ള സോഴ്സോ ബാങ്കോ മറ്റു പലയിടങ്ങളിലും നോക്കണൊക്കെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ വരുമാനം ഒന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. അത് കാണിച്ചിട്ട് പൊക്കോട്ടെ. കാരണം അത് ന്യായമായിട്ടുള്ളൊരു ചോദ്യം വന്നിട്ട്. അപ്പോൾ അത് കാണിക്കാൻ അവൻ ഒക്കത്തില്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. അത് ചോദിക്കുമ്പോഴും അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ ഈ പണം ഇവിടെ വന്നു എന്നുള്ളതിൻ്റെ ഏകദേശം കാര്യങ്ങൾ കിട്ടും. അപ്പം അതുകൊണ്ടാണ് മുഹമ്മദ് ജുനൈൻ്റെ വീട്ടിൽ കയറിയാൽ അല്ലെങ്കിൽ അവനെ ചോദ്യം ചെയ്താൽ, അവൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യം ചോദിച്ചാൽ ഞങ്ങൾ യോഗി ആദിത്യനാഥിനെതിരെ സമരം ചെയ്യുമെന്നാണ് ഈ വക്താവ് അശുതോപ് രംഗ അവൻ്റെ പേരെങ്ങനെ അവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ കീഴിൽ മുമ്പേ പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് കയറിക്കൂടെ. ഈ മോദിക്ക് ഇച്ചിരി മര്യാദ കൂടുതലാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ല, ഇച്ചിരി മര്യാദ കൂടുതലാണ്. അയാളെ നരഭോജി എന്ന് വിളിക്കുമ്പോഴും പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറയുമ്പോഴും അതെ ഈ ഇച്ചിരി അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ജനാധിപത്യ സംവിധാനവും സമരങ്ങളും അല്ലെങ്കിൽ മമതയും മറ്റതും മറിച്ചതും ഒക്കെ അത്രയൊന്നും വേണ്ട. മനസ്സിലായി? മമത വേണ്ടത് മര്യാദ കാണിക്കേണ്ടത് മര്യാദക്കാരൻ്റെ അടുത്താണ്, മമത കാണിക്കേണ്ടത് മമതയുള്ളവൻ്റെ അടുത്താണ്. അല്ലാതെ ഈ വന്ന് കയറുന്നവനെ CJP-യുടെ അതിനകത്ത് ആ നാട്ടിലുള്ള പിള്ളേരെ അല്ലെങ്കിൽ എല്ലാം കൂടെ തെറ്റായ രീതിയിൽ സംഘടിപ്പിച്ചിട്ട് അവിടെ കൊണ്ടു നടന്ന് പെണ്ണും കള്ളും മറ്റു മറിച്ചതും കൊടുക്കുക, നേതാക്കന്മാരെ ചീത്ത പറയുന്നത് ശരിയാന്ന് വരുത്തുക, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള നയിക്കുന്നവനെ വീണ്ടും മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമുണ്ട്. എനിക്ക് ആ അഭിപ്രായമില്ല കേട്ടോ. എന്നാൽ പുള്ളി ആ രീതി. പക്ഷെ യോഗി എടുത്തത് നടക്കത്തില്ല കേട്ടോ. യോഗി ഇനി എന്തോ പോകുമെന്ന് പറഞ്ഞാലും ആര് വരട്ടെയെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞല്ലോ ഏറ്റുമുട്ടൽ കൊലപാതകം അല്ലെങ്കിൽ പരിശോധിക്കണം, അത് ആദ്യം കുറേ പേര് ഈ മനുഷ്യ പരിഗണനക്കാരൊക്കെ വന്നായിരുന്നു. ഈ മനുഷ്യാവകാശം എന്നുള്ള സാധനങ്ങൾ കണ്ടായിരുന്നല്ലോ സാർ. ഒരു 150 എണ്ണം വരെയൊക്കെ തീർന്നപ്പം ഈ അവർ വന്നു കോടതി ചെന്ന് പറഞ്ഞു, കോടതി വിളിച്ചു ചോദിച്ചത് പരിശോധിക്കണം. കോടതി അല്ല ഞങ്ങൾ കോടതി പറഞ്ഞു അത് അങ്ങനെ ഉണ്ടെങ്കിൽ മനഃപൂർവ്വം വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ അത് ശരിയല്ല, അത് മാനുഷ്യ ശരി. പിറ്റേ ദിവസം വീണ്ടും പുള്ളി കൊല്ലുമെന്ന് പറഞ്ഞാൽ അവനെ പിന്നെ ഈ കൊല്ലാതിരിക്കാൻ പറ്റും. റോഡേ പോകുന്ന 5 വയസ്സുള്ള കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്യുന്നതിനെ പിന്നെ എന്തെങ്കിലും വെച്ചേക്കോ ഇവിടെ ഉള്ളവൻ്റെ റോഡേ ഒരു വൃദ്ധമാതാവ് പോകുന്നതിനെ പിടിച്ചുകൊണ്ട് പോയി ഇതുപോലെ മാനഭംഗപ്പെടുത്തുന്നതിന് എന്തെങ്കിലും വെച്ചേക്കോ കുറഞ്ഞു. അല്ലെങ്കിൽ ഇതുപോലെ നാട്ടിൽ ബോംബ് പൊട്ടിക്കാൻ നിൽക്കുന്നവനും അരാജകത്വം ഉണ്ടാക്കാൻ നിൽക്കുന്നവനും പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവനും ഒക്കെ ഭീകരവാദം ഉണ്ടാക്കുന്ന സ്ലീപ്പർ സെല്ലിലുള്ളവനെ കിട്ടി അവനെ എന്തിനാ ആവശ്യം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ എന്തിനു വെച്ചേക്കോ വീണ്ടും ജയിലിൽ കൊണ്ടിട്ട് തീറ്റി കൊടുത്തിട്ട് ആരെങ്കിലും പണ്ടത്തെ കൂട്ട് ഇറക്കി വിട്ട് 10 പേരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇവനെ ഇറക്കി വിടാൻ പറയാം. ആ രീതിയിലുള്ള കാര്യങ്ങൾ പുള്ളി അന്നും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെന്ന് കയറിയാലും കോടതി ഇത് കൊണ്ട് കോടതിയിൽ ശരിയോ തെറ്റോ എന്ന് ആരെങ്കിലും അപ്പീൽ കൊടുത്താലും ഇതിനകത്ത് ഏറ്റുമുട്ടൽ കൊലപാതകം പോലീസ് ഒരു ക്രിമിനലിനെ പിടിച്ചുകൊണ്ട് പോവുക. ഏറ്റുമുട്ടൽ കൊലപാതകം ആണോ അല്ലയെന്ന് പറയേണ്ട പോലീസല്ലേ അവനെ വെടിവെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് തെളിയിക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇവന്റെ ഈ ക്രിമിനൽസിന്റെ ഒക്കെ നോക്കുമ്പോൾ ഇവനെല്ലാം ചെയ്തേക്കുന്ന മൊത്തം ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ എന്തോ നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അവൻ വീട് വെച്ചേക്കുന്നത് പുറമ്പോക്കിലായിരിക്കും, വൈദ്യുതി എടുത്തേക്കുന്നത് പോസ്റ്റേന്നായിരിക്കും,
അല്ലെങ്കിൽ ഈ പറയുന്നുള്ള കാര്യം, ഇതെല്ലാം മാന്തി പിടിച്ചാൽ പൂരക്കളെ. ശരിക്കും പറഞ്ഞാൽ ഈ ജഡ്ജിമാർ ഈ നിയമം മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പം അവരത് അതേ രീതിയിൽ പരിശോധിക്കുമെങ്കിലും അല്ലാത്ത സമയത്ത് അവർ ചിന്തിക്കുന്നു, നമ്മൾ ചിന്തിക്കുന്നില്ലായിരിക്കും ഇവനെയൊക്കെ എന്തിനാടേ വെച്ചേക്കുന്നത്, അവൻ കൊള്ളാവുന്നവനാണെന്നുള്ള രീതി മാനസികാവസ്ഥയിലായിരിക്കുമല്ലോ ചിന്തിക്കുന്നത്. അയാൾ നേരത്തെ ഇതുപോലെ ഈ കേസ് നമ്മൾ വളരെ വലിയ വലുപ്പത്തിൽ എല്ലാ കാര്യത്തിനകത്തും തെറ്റിദ്ധരിപ്പുണ്ട്. വസ്തു വല്ലതും കൂടെ വീട് വല്ലതും പൊളിച്ചു കളയുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്തൊരു മര്യാദകളായത്, മുസ്ലിങ്ങളുടെ വീടെല്ലാം പൊളിച്ചു കളയുന്നു. മുസ്ലിങ്ങളുടെ അല്ലാണ് പൊളിച്ചത്, 50 മുസ്ലിങ്ങളെ എങ്ങാണ്ടേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള ബ്രാഹ്മൺസും ഹിന്ദുക്കളും മറ്റേ മറിച്ചവരുടെ ഗുണ്ടകൾ, അവൻ്റെയും വീട് പൊളിച്ചേക്കുക. അപ്പോൾ അത് ഇവിടെ പറയുന്ന കേട്ടും ബുൾഡോസർ ഇറങ്ങി വീടുകൾ മൊത്തം. നമ്മൾ വിചാരിക്കണം യോഗിയൊക്കെ ഇവിടെ വന്നാലും സാറിൻ്റെ വീടുമൊക്കെ വെച്ചേക്കൂലേ, അവിടെ വന്ന് സാറിനോട് ദേഷ്യം വന്നത് മാന്തി പൊളിച്ചുകൊണ്ട് പോകും. അപ്പോൾ കോടതി പറഞ്ഞത് എന്തോന്ന് വെച്ചാൽ പരിശോധിക്കണം. കോടതി പരിശോധിച്ചപ്പോൾ ഇത് മൊത്തം പുറമ്പോക്കാ സാറേ, സർക്കാരിൻ്റെ ഭൂമിയാണ്. കോടതി പറഞ്ഞ് എളുപ്പം പൊളി, എളുപ്പം എത്രയും പെട്ടെന്ന് പൊളി, സർക്കാർ ഭൂമി കയ്യേറി വെച്ചേക്കും. ഇതാണ് യോഗി അവിടെ ചെന്നിരിക്കുന്നത്. അവിടോട്ടാണ് ഈ പറയുന്ന പാറ്റ കുഞ്ഞുങ്ങൾ ചെന്ന് കയറാൻ പോകുന്നത്. ഡൽഹി സുരക്ഷിതമായിട്ട് കിടക്കാൻ പറ്റും. നരേന്ദ്രമോദിക്ക് ഈ മാമനെ യു പി ചെന്ന് കയറിയ അതിന്റെ ഫലം അനുഭവിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരും. ഇതിനെക്കാട്ടി വലിയ സാധനങ്ങൾ ഇല്ല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇതിനെക്കാട്ടി വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല, പിന്നെ ഈ കൊച്ചു വെള്ളിയാഴ്ച എന്ന് പറയുന്ന നോക്കാം. ഈ കാരണം അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കണം, ഇവിടെയും ആസാമിലും ഒക്കെ ചെന്ന് കയറി കൊടുക്കണം. സുഖം അറിയണം. ഞാനാ യു പിയിലെ ആസാമിലെ ഒക്കെ ചെന്ന് ചുമ്മാ അങ്ങോട്ട് കയറി കൊടുക്കണം. കാരണം ഇത് കാര്യങ്ങൾ വെളിയിൽ അറിഞ്ഞാലല്ലേ വിപ്ലവം ഉണ്ടാക്കാനൊക്കെ. നേരത്തെ ഒരു വലിയ സാറിന് അറിയത്തില്ലേ, വലിയൊരു യു പി മുഖ്യമന്ത്രിയെ താഴത്തെ ഇറക്കാൻ വേണ്ടി വലിയൊരു മാനഭംഗമായിട്ട് വന്ന് അവിടെ വലിയ ജാതി ജാതി വിഷയമുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു ദളിത് കുടുംബമുണ്ട്, അവർ വെല്ലുവിളിച്ച് അവിടെ നിൽക്കുക, മേച്ചാധികാരന്മാരായിരിക്കും. അവിടെ പെൺകുട്ടിയെ പിടിപ്പിച്ച് എന്നിട്ട് അവരോട് മാറത്തില്ല, അവർ വെല്ലുവിളിച്ച് നിൽക്കും. അത് ഹരിജന അല്ലെങ്കിൽ ഈ പീഡനമാണ്, അതിന് യോഗി സർക്കാർ കൂട്ടു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ കാപ്പൻ ഉൾപ്പെടെ പോയി അതിന്റെ പുറകിൽ PFIക്കാരായിരുന്നല്ലോ, കാപ്പനെ പിടിച്ച് അവിടെ വെച്ചു. അതുവരെ കത്തിക്കാൻ നിൽക്കുമായിരുന്നു. ഏഷ്യാനെറ്റ് നിന്നു, മാതൃഭൂമി നിന്നു, മനോരമ നിന്നു, കേരളത്തിലെ മാധ്യമങ്ങൾ നിന്നു. ഇത് പുള്ളിയൊന്നും അനങ്ങിയില്ല. ഇതെല്ലാം നിന്നപ്പോഴും പുള്ളി മിണ്ടിയില്ല. ഇവിടുന്ന് അവിടെ ചെന്ന മാധ്യമപ്രവർത്തകരെ മൊത്തം പുള്ളി പറഞ്ഞ് മാധ്യമപ്രവർത്തകരെല്ലാം പരിശോധിക്കാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡിറ്റർ, സബ് എഡിറ്റർ ഉണ്ടല്ലോ, സബ് എഡിറ്റർ അങ്ങോട്ട് മേപ്പോട്ടുള്ളൊക്കെ ബാഡ്ജുമായിട്ട് ഇവിടെ കയറാൻ പറ്റത്തില്ല. ഇവിടുത്തെ നമ്മുടെ ഈ സ്ട്രിങ്ങർമാർ ഉൾപ്പെടെ അങ്ങ് വലിഞ്ഞ് കയറുമല്ലേ, നടക്കത്തില്ല. ആ പരിശോധിച്ചിട്ട് ബാക്കിയുള്ളവരുടെ അടുത്തെല്ലാം പറഞ്ഞ് തൂക്കിയുണ്ട്. ഒരു 1-2 എണ്ണത്തിനെ തൂക്കിയപ്പോഴത്തേന് മലയാളം മാധ്യമങ്ങൾക്ക് മനസ്സിലായി അവന്മാർ വരിഞ്ഞു. കാരണം ഇത് ഇവിടെ വല്ല യു പി, അവിടെ ആരോട് പോയി പറയാനാ, അകത്തെടുത്ത് വെച്ച ഈ കമ്മീഷൻ IPSകാരല്ലേ ഏൽപ്പിച്ചത്, അതുകൊണ്ട് അതിനകത്തുള്ളവരൊക്കെ എത്തി. അതിനുശേഷം ഇവൻ വന്നു, ഇവനാന്നും ഇതിൻ്റെ പുറകിലുള്ള വാർത്തയുടെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഗൂഢാലോചന യോഗി നോക്കിയപ്പോൾ യോഗി മനസ്സിലായി. യോഗി ഇവിടെ വന്ന് എല്ലാം പരിശോധിച്ചപ്പോൾ കാപ്പനെ കിട്ടി. കാപ്പൻ്റെ കൂടെ വന്ന് രണ്ടും ഈ പറഞ്ഞ കാപ്പനെ തൂക്കി ഉമാരെ തൂക്കി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ സംഭവം തീർന്നു, വിപ്ലവവും തീർന്നു, വാർത്തയും തീർന്നു, എല്ലാം തീർന്നു. കാരണം SDPIക്കാരും PFIക്കാരും ആയിരുന്നു ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മൊത്തം അയാളെ തൂക്കി. അതോടുകൂടിയ സംഭവം തോന്നുന്നു. കാപ്പനകത്ത് കിടന്നല്ലോ. കാപ്പൻ ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. കാപ്പൻ്റെ ഇന്ന് ആനയെ കണ്ടിട്ടില്ലേ, ഭയങ്കര പിഴയുള്ള ആനയ്ക്ക് ഇന്ന് ഫ്രണ്ട് കാലും കൂട്ടും പുറകിലത്തെ കാലും കൂട്ടും. ഇവൻ എങ്ങോട്ട് തിരിഞ്ഞാലും അത് മൊത്തം അവിടെ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നത്? അപ്പോൾ അവൻ എന്ന് പറഞ്ഞതുപോലെ ഇപ്പം ഇതിനകത്ത് അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താട്ട് അവിടെ ആകുമ്പോൾ കാര്യങ്ങൾ നടക്കും. എന്നാലും യുവമാരുടെ ലക്ഷ്യം ഇപ്പം മനസ്സിലായി. ഞാൻ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ UP തെരഞ്ഞെടുപ്പും അഖിലേഷ് യാദവും ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ ആ ഒരു ഇടമെങ്കിലും പോകാതിരിക്കാൻ വേണ്ടി വേറെ ചില ഓപ്പറേഷൻസ്. ആം ആദ്മി പാർട്ടിയാണ് ഇതിനകത്ത് മെയിൻ ഓപ്പറേറ്റർ. അവരുടെ കുഞ്ഞുങ്ങൾ. കാരണം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ, വിപ്ലവം ഉണ്ടാക്കാൻ, പ്രശ്നമുണ്ടാക്കാൻ ഡീപ് സ്റ്റേറ്റ് ആം ആദ്മി പാർട്ടിയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ആദ്യത്തെ പരീക്ഷണമായിരുന്നു CA സമരം. അന്ന് ആം ആദ്മി പാർട്ടിയാണ് ഒരു ഏറ്റവും വലിയ വലുപ്പത്തിൽ ആ സമരത്തിന് വേണ്ട കോപ്പുകൾ കൊടുത്തത്. അന്ന് ആം ആദ്മി പാർട്ടിയാണ്, അരവിന്ദ് കെജ്രിവാളാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അന്നായിരുന്നു അവിടെ വെടിവെച്ച് നടന്നപ്പോൾ പിന്നെ സമരത്തിനകത്ത് ആ വെടിവെപ്പ് ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലറായിട്ട് അവൻ ഇപ്പോഴും അകത്ത് കിടക്കുക. അവൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഓർമ്മ 2 പേരെ പോലീസ് വെടിവെച്ചു എന്ന് പറഞ്ഞില്ലേ, ഇതുപോലെ രക്തസാക്ഷികളെ ഉണ്ടാക്കുക. അവൻ ഇപ്പോഴും അകത്ത് കിടക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്റർ മൊത്തം അവനായിരുന്നു. ഇപ്പോഴും രാഹുൽ ഗാന്ധിയിലല്ല ഡീപ് സ്റ്റേറ്റിന് വിശ്വാസം. സാർ ശ്രദ്ധിച്ചിട്ടില്ല, അമേരിക്കയുടെ എന്ത് അവാർഡ് ഉണ്ടെങ്കിലും അരവിന്ദ് കെജ്രിവാളിന് കിട്ടുമായിരുന്നു. BBC ഇവിടുത്തെ മോദി പറയുന്നതിന് മുമ്പേ അരവിന്ദ് കെജ്രിവാളിന്റെ വാർത്ത കൊടുക്കുമായിരുന്നു. ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്നാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ അട്ടിമറി ഉൾപ്പെടെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ, ഇസ്ലാമിസ്റ്റുകളുടെ കാര്യം നടപ്പാക്കി കൊടുത്തിട്ട് രാവിലെ പോയി ഗണപതി ക്ഷേത്രത്തിൽ 50 വട്ടം ഇടുന്നവനും അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്നവനുമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അത്രയ്ക്ക് വളരെ വലിയ തന്ത്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. പക്ഷെ അത്രയും കാര്യങ്ങൾ ഏൽപ്പിച്ചു വിട്ടാൽ കൃത്യമായിട്ട് ചെയ്യാൻ അറിയുന്ന ഒരു കുഞ്ഞല്ല ഈ രാഹുൽ ഗാന്ധി. അതെ, എങ്ങനെ വന്നാലും ഇത് പൊതുവിഞ്ഞ് പിടിച്ച് കൊണ്ടുപോകാൻ പുള്ളിക്ക് അറിയത്തില്ല. മനസ്സിലാവുന്നു? കാരണം അതിനുള്ള പരിചയക്കുറവുണ്ട്. അപ്പം ഈ ഒരു സാധനം
ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് പാറ്റയും കൊണ്ട്. അപ്പോൾ പാറ്റ ഇപ്പോൾ പൊളിച്ചു. പാറ്റയെ പറ്റി പരിശോധിച്ചപ്പോൾ ഇത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കുഞ്ഞു തന്നെയാണ്. അതിനെ അവിടെ കൊണ്ടുവച്ച് കറക്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇതിൻ്റെ പുറകിൽ അമേരിക്കയാണ്, ഇതിൻ്റെ പുറകിൽ ചൈനയാണ്, ഇതിൻ്റെ പുറകെ പാകിസ്ഥാൻ ഹാൻഡിലാണ്. ഇവിടെ അട്ടിമറിയാണ് ലക്ഷ്യം, ജൻസിയാണ് ലക്ഷ്യം. 2027 7 സംസ്ഥാനങ്ങളും 2029 ആകുമ്പോൾ ഇന്ത്യ മഹാരാജ്യവും പിടിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ, രാഹുൽ, അഖിലേഷ് യാദവ്. അപ്പം അതാണ് യു പിയിലോട്ട് കയറാൻ നിൽക്കുന്നത്. അങ്ങോട്ട് എന്ന് കയറിക്കൂടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.